അതിന് അടുത്ത സംഭവം എന്തുവായിരുന്നു? ഹൂത്തികൾ യമനിൽ അതെ. എവിടെ പോയി? സൂയസ് കനാൽ കടന്നു, ഷിപ്മെൻറ്റ് കടയുന്നു, വെസൽസ് കടയുന്നു. അത് അവസാനം ഇസ്രായേൽ കയറി അവൻ്റെ അടപടലം കയറി ബോംബ് ചെയ്തു. അതോടെ അവനും തീർന്നു. ഇതാണ് സത്യത്തിൽ നമ്മളിത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, അമേരിക്ക അല്ല ഹൂത്തികളെ തീർത്തത്, ഇസ്രായേൽ. ഇസ്രായേലാണ് തീർത്തത്. അമേരിക്ക അവിടെ എവിടെയും ബോംബ് ചെയ്ത് ഇസ്രായേൽ ഇസ്രായേൽ കറക്റ്റ് മർമ്മം കയറി അടിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേലും പൂർണ്ണമായിട്ട് ഇൻ്റലിജൻസ് ഇസ്രായേൽ തന്നെയാണ്. ഫിസിക്കൽ ഇൻ്റലിജൻസ് എടുത്തിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയും മന്ത്രിയും അവരെ ഒന്നടങ്ങ് തട്ടി ദൂരെ കളഞ്ഞു. എല്ലാവരും തീർത്തു. കാരണം വല്ലാതെ തീർത്ത് കളഞ്ഞു. അപ്പോൾ ഒരു കാര്യം ലോകത്തിന് അവർ കാണിച്ചു കൊടുത്ത്, ഇത്രയും കിലോമീറ്റർ, 2000 കിലോമീറ്റർ 3000 കിലോമീറ്റർ, അതായത് എയർ ടു എയർ റീഫില്ല് ചെയ്ത് ഫ്ലൈ ചെയ്ത് അറ്റാക്ക് ചെയ്യാമെന്ന് അമേരിക്കയല്ല ഇത് ശരിക്കും കാണിച്ചു കൊടുത്ത്, പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്ത് ഇസ്രായേൽ. അതാ വാർഫ്രണ്ടിലാണ് ഇത്. നമ്മുടെ ഏതൊരു എക്യുപ്മെന്റ് പോലും ആണെങ്കിലും നമ്മൾ ഈ പറയുന്നത് ചുമ്മാ അത് F-35 അല്ലെങ്കിൽ മറ്റേത് റഫാൽ എന്നൊക്കെ പറയുന്നത് തിയറി അല്ല. നമ്മൾ വാറിൽ അത് കൊണ്ട് ഏത് എക്യുപ്മെന്റ്, അത് ചെറിയ ബുള്ളറ്റ് ആണെങ്കിൽ പോലും വാറിൽ അത് പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എക്യുപ്മെന്റ് നമ്മൾ സെല് ചെയ്യേണ്ടത്. അതെ ട്രയൽസ്. കാരണം ട്രയലിനകത്ത് വാറിലാണ് ഇതിനെ പ്രൂവ് ചെയ്യുന്നത്, അതിനുശേഷമാണ് ചെയ്യേണ്ടത്. കാരണം F-35 ശരിക്കും അതിൻ്റെ ആക്യുറസി, അതായത് ഫ്ലൈയിങ് കമ്പ്യൂട്ടേഴ്സ് എന്ന് ഇപ്പോൾ F-35 പറ്റി പറയുന്നത്. കാരണം അത്ര ആക്യുറേറ്റ് ആയിരുന്നു അവർ ഇറാനിൽ ബോംബിങ് ചെയ്തത്. അതെ. അതേപോലെ തന്നെ ഹിസ്ബുള്ള അതിനെ തീർത്ത് തോലച്ച് ദൂരെ കളഞ്ഞു. അതേപോലെ തന്നെ ഇറാൻ ഫണ്ട് ചെയ്ത ഷിയ ആയിട്ട് ബന്ധപ്പെട്ട പല പ്രോക്സീസ് ഉണ്ട് ഇറാഖിലും മറ്റുള്ള പലയിടത്തും, അതിനെ തീർത്ത് കളഞ്ഞു.